ഇനി ഒരിക്കലും പ്രേക്ഷകർക്ക് കാണാൻ കിട്ടാത്ത മറ്റൊരു മലയാള പടത്തെക്കുറിച്ച് പറയട്ടെ. 1968 സോണി പിക്ചേഴ്സിന്റെ ബാനറിൽ PIM കാസിം നിർമ്മിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ഇൻസ്പെക്ടർ. ഇതിപ്പോൾ എവിടെ നോക്കിയാലും ഞാൻ പലരോടും അന്വേഷിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും ഈ പടം ഇല്ല, അതിനകത്ത് ഇങ്ങനൊരു പടം കിട്ടാനായിട്ടും മാർഗമില്ല. വേറെ രസം, ഈ സോണി പിക്ചേഴ്സിന്റെ ഈ PIM കാസിം നിർമ്മാതാവ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം നമ്മുടെ സിയാദ് കോക്കറില്ലേ, സിയാദ് കോക്കർ എന്ന് പറഞ്ഞാൽ ഒരു മറവത്തൂർ കനവ്, സമ്മർ ഇൻ ബത്ലഹേം, ദേവദൂതൻ ഈ അടുത്ത കാലത്ത് വീണ്ടും റിലീസ് ചെയ്ത് 4K ഒക്കെ ആക്കി റിലീസ് ചെയ്ത് വലിയ ഹിറ്റായിട്ട് മാറിയ ദേവദൂതൻ, ഇങ്ങനെയുള്ള പടങ്ങളുടെയൊക്കെ പ്രൊഡ്യൂസറായിട്ടുള്ള നല്ലൊരു വ്യവസായി ഇതൊക്കെ ആയിട്ടുള്ള കലാകാരനും ഒക്കെ ആയിട്ടുള്ള എൻ്റെ നല്ലൊരു സുഹൃത്താണ് ഈ സിയാദ് കോക്കർ. സിയാദ് കോക്കറിൻ്റെ ഭാര്യ സോണിയയുടെ അച്ഛനാണ്, അതായത് PIM കാസിം എന്ന് പറയുന്ന ഈ ഇൻസ്പെക്ടർ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ സിയാദ് കോക്കറിൻ്റെ ഫാദർ ഇൻ ലോയാണ്. അങ്ങനെ ട്രൈ ചെയ്തിട്ട് പോലും ഈ പടത്തിൻ്റെ പഴയ പടങ്ങളുടെ ഒന്നും പ്രിന്റുകൾ കിട്ടാനായിട്ടുള്ള ഒരു മാർഗവും ഇല്ല. ഇത് പറഞ്ഞില്ല, 68 ഇറങ്ങിയ പടമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അതിൻ്റെ പ്രിന്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. രസമുള്ളൊരു പടമായിരുന്നു. ഇദ്ദേഹം സോണി പിക്ചേഴ്സിന്റെ ബാനറിൽ ഈ കാസിം മുതലാളി എടുത്ത നല്ലൊരു കാഞ്ഞിരപ്പള്ളിയിലെ വലിയൊരു ധനികനായിരുന്നു. ഒത്തിരി റബ്ബർ എസ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള അദ്ദേഹത്തെക്കുറിച്ച് പഴയ സിനിമാക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാസിം മുതലാളി വന്നതിന് ശേഷം ദാരിദ്ര്യം ഇല്ലാതെ കാശ് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പഴയ സിനിമാക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണല്ലോ അദ്ദേഹം കലാപരമായിട്ടൊക്കെ നല്ല സിനിമകൾ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നിട്ട് ആദ്യം എടുത്ത പടം ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാണ്. പ്രേംനസീർ ഗംഭീരമായിട്ട് അഭിനയിച്ച NT വാസുദേവൻ നായരുടെ രചന ഇരുട്ടിന്റെ ആത്മാവ്. പക്ഷെ ആ പടം സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇനി ആ പരാജയപ്പെട്ടതുകൊണ്ടാണോ കണ്ടമാനം കാശ് വീണ്ടും കളയണ്ടെന്ന് കരുതിയിട്ടാണോ, അതോ ഇനി ഇത്തരം പടങ്ങൾ വരട്ടെ, ആട്ടുപടം മാത്രം എടുത്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അദ്ദേഹം എന്താണെങ്കിലും ഇൻസ്പെക്ടർ പോലൊരു പടത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുങ്ങിയത്. പ്രേംനസീർ തന്നെ, അതുപോലെ ഉമ്മറും തിക്കുറിശി സുകുമാരൻ നായരും ഒക്കെയായിരുന്നു ഇതിലെ അഭിനേതാക്കൾ. ഒരു പുതുമുഖ താരത്തെ കൂടെ ഇതിലൂടെ കാസിം മുതലാളി M കൃഷ്ണൻ നായർ സാറും കൂടെ ചേർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഉദയചന്ദ്രിക എന്നാണ് ആ ഇതിൻ്റെ പേര്. ഉദയചന്ദ്രിക പിന്നീട് ഇവരുടെ തന്നെ 5 സുന്ദരികൾ എന്ന് പറഞ്ഞ പടത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ചുരുക്കം ചില പടങ്ങളിലൊക്കെ മാത്രമാണെന്നുള്ള അതീവ സുന്ദരിയായിട്ടുള്ളൊരു നടിയായിരുന്നു. അത്യാവശ്യം അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന നടിയായിരുന്നു ഈ ഉദയചന്ദ്രിക. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, ഒരു ഉയർന്ന പോലീസ് ഓഫീസറാണ് തിക്കുറിശി സുകുമാരൻ നായർ. തിക്കുറിശിയുടെ 2 മക്കൾ, പുള്ളി റിട്ടയർ ചെയ്യാറൊക്കെ ആകുന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ 2 മക്കളുണ്ട്, KP ഉമ്മറും പ്രേംനസീറും. ഈ KP ഉമ്മർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ, അല്ലെങ്കിൽ അതുപോലത്തെ അന്വേഷണ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു CID ഓഫീസറാണ്. നേരെ തിരിച്ച് ഈ നസീറാകട്ടെ, നസീറിന് ചെറുപ്പം തുടങ്ങി പുള്ളിക്ക് വണ്ടികളിലൊക്കെ വലിയ കമ്പമാണ്. വണ്ടിപ്പണി, വണ്ടികൾ സമ്പാദിക്കുക, അല്ലെങ്കിൽ വണ്ടികൾ ഓടിക്കുക, ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുക, അത്യാവശ്യം മദ്യപിക്കുക, ചീട്ടുകളി, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ടാണ് നസീർ കഴിയും. അപ്പം അവിടെ ഇവരുള്ള സ്ഥലത്ത് അവിടെ ഹിൽ പാലസ് എന്ന് പറയുന്ന പേരിൽ ഹിൽ പാലസ് ആ പേരിൽ വലിയൊരു റിക്രിയേഷൻ ക്ലബ്ബ് ഒക്കെ ഉണ്ട്. അത് നടത്തുന്ന ആളാണ് GK പിള്ള. അവിടെ ചീട്ടുകളി, മദ്യപാനം, ഈ ക്യാബറ ഡാൻസ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹിൽ പാലസ്. ഈ പ്രേംനസീർ അവിടുത്തെ നിത്യസന്ദർശകനാണ്. ഞാൻ കഥാപാത്രങ്ങളുടെ അവതരിപ്പിച്ചവരുടെ പേരാണ് കേട്ടോ പറയുന്ന, കഥാപാത്രങ്ങളുടെ പേരല്ല. പ്രേംനസീർ അവിടുത്തെ നിത്യ സന്ദർശകനാണ്. അപ്പോൾ പുള്ളി ചീട്ടുകളിയുണ്ട്, കാശ് വെച്ച് ചീട്ട് കളിക്കും. പിന്നെ വണ്ടിയിലൊക്കെ നല്ല സ്പീഡിൽ ഓടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ GK പിള്ള ഇയാളൊരു ഗൂഢസംഘ പ്രവർത്തനവും ഇതൊക്കെയുള്ള കള്ളക്കടത്തും കരിഞ്ചത്തെ അതൊക്കെയുള്ള ഒരു കക്ഷിയാണ് ഈ GK പിള്ള എന്ന് പറയുന്നത്. ഇയാൾ വന്നിട്ട് അപ്പം ഈ നസീറിൻ്റെ ഈ കഴിവുകൾ കാണാൻ നല്ല സുന്ദരനാണ്, അത്യാവശ്യം സ്വാധീനമുണ്ട്, പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മകനാണല്ലോ, അപ്പം അങ്ങനെ സ്വാധീനമുണ്ട്, ചേട്ടൻ CID ഇതൊക്കെ അറിയാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും നസീറിനെ തൻ്റെ സംഘത്തിലേക്ക്, ഗൂഢസംഘത്തിലേക്ക് എടുത്താൽ കൊള്ളാം എന്ന് GK പിള്ള ഇങ്ങനെ മനസ്സുകൊണ്ട് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഒരിക്കൽ ഇവിടെ ഈ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ കൽക്കട്ടയിൽ നിന്നോ മറ്റോ വന്ന ഒരു ഗുണ്ട പോലത്തെ ഒരു കക്ഷി, ആ പുള്ളി നസീറൊക്കെ ആയിട്ട് ചീട്ട് കളിക്കുമ്പം ആ പുള്ളിക്കാരൻ കള്ളകളി കാണിക്കും. കള്ളകളി കളിക്കുമ്പം നസീറിനത് പിടിക്കുകയില്ല, കാരണം നസീർ തോക്കുമല്ലോ, നസീറിന് പിടിക്കുകയില്ല. ഇവർ തമ്മിൽ വാക്കേറ്റമാവും, അങ്ങോട്ടും അങ്ങനെ അടിപിടിയായി. അടിച്ച് നസീർ ഇടിച്ച് ചമ്മന്തി പെരുവാക്കി ഇവനെ താഴെയിടും.
ഇത് കഴിയുമ്പോൾ മരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ GK പിള്ളയുടെ സംഘത്തിൽപ്പെട്ട ഒരു ഗുണ്ട വന്നിട്ട് ഇയാളെ, ബോധം കെട്ട് കിടക്കുന്ന ഇയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. എന്നിട്ട് ഈ കുറ്റം നസീറിൻ്റെ തല വയ്ക്കും. അവിടുന്ന് രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നസീറിന് അവിടെ ഈ കാബറ നടത്തുകയൊക്കെ ചെയ്യുന്ന ജ്യോതിലക്ഷ്മി എന്ന് പറയുന്ന നടിയല്ലോ, നമ്മുടെ മുറപ്പണ്ണിലൂടെ വന്നിട്ട് പിന്നെ വലിയ മാതക നർത്തകിയൊക്കെ ആയിട്ട് തരുന്നത് ജ്യോതിലക്ഷ്മിക്ക് നസീറിന് വലിയ ഇഷ്ടമാണ്. പക്ഷെ നസീറിന് താല്പര്യമില്ല. നസീറിന് ഈ നേരത്തെ പറഞ്ഞ ഉദയചന്ദ്രിക എന്ന് പറഞ്ഞ അവരുമായിട്ട് പ്രേമത്തിലൊക്കെയാണ്. എന്താണ് ഇയാളെ ഈ ശ്വാസം മുട്ടിച്ച് കൊന്നു കഴിഞ്ഞിട്ട് ഇത് നസീറിൻ്റെ തലയിൽ ഈ കേസ് വരും. കേസ് വന്ന് നസീറിനെ ഇതിൽ നിന്ന് രക്ഷിക്കാം എന്ന് പറഞ്ഞ് GK പിള്ള നസീറിനെ വിധേയനാക്കുവാണ്. നസീറിനെ ഇയാളുടെ സംഘത്തിൽ ചേർക്കുകയാണ്. അങ്ങനെ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു അടിമയാക്കിയിട്ട് നസീറിനെ മാറ്റി നസീറിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ GK പിള്ള നടത്തുന്ന പല ബാങ്ക് കൊള്ള, ഇതിനൊക്കെ കൊള്ളയടിച്ചിട്ടൊക്കെ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു രക്ഷപ്പെടുകയൊക്കെ വേണമല്ലോ. അപ്പം അതിനൊക്കെ നസീറിനെ ഉപയോഗിക്കും. നസീറിനെ കൊണ്ട് ഈ വണ്ടി ഓടിക്കില്ല തുടങ്ങിയ പരിപാടികൾ, കൊള്ള ഇതിനൊക്കെ സഹായിക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ GK പിള്ള ചെയ്തു പോകുന്നു. അപ്പം നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. കൂടിക്കൂടി വന്നപ്പോൾ ഇതിനെ, ഈ കൊള്ളസംഘം ഏതാണെന്ന് കണ്ടുപിടിക്കാനും അതിനെ അമർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു CID ഓഫീസർ വരുവാണ്. അതാണ് ഉമ്മറിൻ്റെ ക്യാരക്ടർ. അതായത് നസീറിൻ്റെ നേരെ ചേട്ടനായിട്ടുള്ള ആള്, ഇൻസ്പെക്ടറുടെ തിക്കുറിശിയുടെ മകനായിട്ടുള്ള ആള് ഉമ്മർ വരുവാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം ഈ നസീർ ഇങ്ങനെ ഈ കൊള്ളയിലും കൊലയിലും ഒക്കെ ഇങ്ങനെ, കൊലയല്ല, കൊള്ള, ബാങ്ക് കൊള്ള, വണ്ടി സ്പീഡിൽ ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിൽ വന്നോട് കൂടിയിട്ട് ഇവരുടെ ഈ കൊള്ളക്കാരുടെ ബിസിനസ്സും ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. കൊള്ള മുതൽ കൂടാനും ഒക്കെ തുടങ്ങി. അപ്പം ഇതിൽ സന്തുഷ്ടനായിട്ടുള്ള, പിന്നെ നസീറിനെ ഒന്ന് പിടിച്ചു നിർത്തുകയും കൂടെ വേണമല്ലോ. അപ്പോൾ GK പിള്ള നസീറിന് ഒരു നെക്ലേസ്, ഒരു വജ്രം, ഡയമണ്ട് സ്റ്റഡഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് നസീറിന് സമ്മാനമായിട്ട് കൊടുക്കും. നസീർ ഈ സാധനം വളരെ കാര്യമായിട്ട് നല്ല വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. അത് നസീർ കസ്റ്റഡിയിൽ വയ്ക്കും, സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് CID ഓഫീസർ ഉമ്മർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് കിട്ടുന്നത്. ഈ ഉമ്മറിനെ കൊല്ലാനായിട്ട്, എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്നത് പോലെ ഉമ്മറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉമ്മർ വരുന്ന ട്രെയിൻ ഇവർ ബോംബ് വെച്ച് തകർക്കാനായിട്ട് തീരുമാനിക്കുകയാണ് GK പിള്ളയുടെ സംഘം. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ പണ്ടത്തെ മലയാള സിനിമകളിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ട്രെയിൻ ബോംബ് വെച്ച് തകർക്കാനായിട്ട്. അപ്പം ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇയാളെയാണ്, നസീറിനെയാണ്. നസീർ ഇതെല്ലാം റെഡിയായിട്ട് എല്ലാം ബോംബും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി വണ്ടി പുറപ്പെട്ടു, വണ്ടി പൂരുന്നുണ്ട്, വലിയ താമസമില്ലാതെ വണ്ടി എത്തും, ബോംബ് സ്ഫോടനം നടക്കും, വണ്ടി മറിയും, അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചാകും, അങ്ങനെയൊക്കെയുള്ള പ്ലാൻ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നസീറിനെ, എനിക്ക് തോന്നുന്നു ജ്യോതിലക്ഷ്മിയായിട്ടാണ് ഇവരെ അറിയിച്ച് ഇത് ഈ വണ്ടിയിൽ വരുന്ന സ്വന്തം ചേട്ടനാണ്, CID ഓഫീസറായിട്ടുള്ള ഉമ്മറാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ട് നസീറിനാകെ വിഷമാവും. കാരണം ഉമ്മറിനെ രക്ഷിക്കണം, ഇയാൾ കാണിക്കുന്നതും തെറ്റാണല്ലോ, തീവണ്ടി മുഴുവൻ ഇതാണല്ലോ, ഇയാൾക്ക് അന്നേരം വെളിവ് വരുന്നത് എന്താണല്ലോ. ഇത് ഈ തീവണ്ടി അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നസീർ ഇതിൻ്റെ മുമ്പേ ഓടിയൊക്കെ വന്നിട്ട് സ്വന്തം ഷർട്ടൊക്കെ ഊരിയിട്ട്, ഈ ഷർട്ട് തീ കത്തിച്ച്, തീ ഇങ്ങനെ ആളിപ്പെട്ടിരുന്ന ഷർട്ട് വീശി കാണിച്ച്, ഒരു കമ്പയിലൊക്കെ ഫിറ്റ് ചെയ്ത് വീശി കാണിച്ച് ഡ്രൈവറുടെ ശ്രദ്ധ ആകർഷിച്ച് വണ്ടി എന്താണെങ്കിലും നിൽക്കും. വണ്ടി നിന്നിട്ട് ഉമ്മറും ബാക്കി യാത്രക്കാരും എല്ലാവരും രക്ഷപ്പെടും, അപകടം ഒഴിവാകും. അങ്ങനെ ഒരു വലിയ കാര്യം നസീർ ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞ GK പിള്ളയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഇയാൾ വളരെ പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണല്ലോ. പക്ഷേ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ ഉപേക്ഷിക്കാനും പറ്റില്ല. അതുകൊണ്ട് പുള്ളി ദേഷ്യം മുഴുവൻ ഉള്ളിലൊതുക്കിയിട്ട് നസീറിൻ്റെ അടുക്കൽ ഈ ദേഷ്യം കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കുക. നസീർ CID ഓഫീസറിൻ്റെ അനിയനും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം ഇച്ചിരി നല്ല പിള്ളയായല്ലോ, ഈ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്ത്. അപ്പം ഇവരുടെ നീക്കങ്ങൾ പലതും, അവരുടെ രഹസ്യങ്ങൾ പലതും കണ്ടുപിടിക്കാനായിട്ട് നസീറിനെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് നസീറിനെ ഈ ദേഷ്യം വന്ന് GK പിള്ള ഇത് പുറത്ത് കാണിക്കാതെ സൂപ്പിച്ചങ്ങ് നിർത്തിയിരിക്കുകയാണ്. ആ ഇടയ്ക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ, നസീറിന് ഉദയചന്ദ്രിക എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയായിട്ടല്ല, യുവതിയായിട്ട് പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ കക്ഷിയുടെ ബർത്ത്ഡേ വരും. ബർത്ത്ഡേ വരുമ്പം നസീർ അവിടെ ഓഫ് കോഴ്സ് സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടുമല്ലോ. അങ്ങനെ ഇവരെല്ലാം വന്നിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഇവൾക്ക് നസീർ മറ്റേ പുള്ളി GK പിള്ള പ്രതിഫലമായിട്ട് കൊടുത്തില്ല, പാരിതോഷികമായിട്ട് കൊടുത്തില്ല, കൊള്ളയിലൊക്കെ സഹായിക്കുന്നതിന്. അങ്ങനെ ഒരു ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നല്ലോ. ഈ നെക്ലേസ് നസീർ കൊണ്ടുവന്നിട്ട് ഉദയചന്ദ്രികയ്ക്ക് കൊടുക്കും. അവൾ എല്ലാവരും വലിയ ഹാപ്പിയാകും. പക്ഷേ ഈ നെക്ലേസ് എന്ന് പറയുന്നത് ഉമ്മർ നോട്ട് ചെയ്യും. ഉമ്മർ ഇത് പിടിച്ചു വാങ്ങി നോക്കുമ്പോൾ ഇത് ഉമ്മർ വരുന്നതിന് മുമ്പ് കൽക്കട്ടയിൽ നിന്ന് ഏതോ സ്ഥലത്തുനിന്ന് മോഷണം പോയതാണ് ഈ ഡയമണ്ട്
നെക്ലേസ് എന്നുള്ളത് വെളിയാവും. നിനക്കിത് എവിടെ കിട്ടിയതാണ് എന്നൊക്കെയുള്ള ചോദ്യം വരും. നസീറിന് ഉത്തരം പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊക്കെയുള്ള സ്റ്റേജിൽ വന്നിട്ട് ഇത് അവിടുന്ന് മോഷണം പോയ മുതലാണല്ലോ ഈ ഡയമണ്ട് നെക്ലേസ്. അത് നസീർ മോഷ്ടിച്ചതെന്നുള്ളതിന് നസീറിനെ ഇവർ അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോകും. ചേട്ടന് അനിയനാന്നുള്ളതൊന്നും ചേട്ടൻ നോക്കുകയില്ല, അങ്ങനെ അച്ഛനും നോക്കുകയില്ല, ഇവര് അകത്ത് കൊണ്ടുപോകും, അകത്താക്കും. തൻ്റെ കാമുകനാണ് ഈ കൊള്ളസംഘത്തിൽപ്പെട്ട ആളാന്ന് ഈ പുള്ളിക്കാരിക്ക് ഉദയചന്ദ്രയ്ക്കും വലിയ വിഷമമൊക്കെ ആയി പോകും. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, അവള് കരഞ്ഞു പിഴിഞ്ഞ് അവളിരിക്കുന്നു. നമുക്ക് ഈ രംഗത്തൊക്കെ പാട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ജയിലിലായ നസീറിനെ കൂടുതൽ ഭേദ്യം ചെയ്യുകയൊക്കെ ചെയ്താൽ ഈ ജി കെ പിള്ളയുടെ രഹസ്യങ്ങളും മറ്റൊക്കെ പുറത്തു പറഞ്ഞാലോ എന്ന് ജി കെ പിള്ളയ്ക്ക് ഉള്ളിൽ പേടിയുണ്ട്. അതുകൊണ്ട് പിള്ള എന്ത് ചെയ്യും, പിള്ള ഈ അനുചരന്മാരെയൊക്കെ അയച്ചിട്ട്, പുള്ളിയുടെ സംഘാംഗങ്ങളെയൊക്കെ അയച്ചിട്ട് നസീറിനെ ജയിലിൽ ചാടിച്ച് ഇവരുടെ രഹസ്യസംഘത്തിൽ കൊണ്ടുവരും. എന്നാൽ കൊള്ളസംഘത്തിലെത്തി നസീറിന് അവിടെ ഇരിക്കപ്പെടുന്നില്ല. കാരണം ഇത് കുഴപ്പത്തിലേക്കായെന്നുള്ള നസീറിന് മനസ്സിലായി. അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നസീർ ശ്രമം തുടങ്ങും. പക്ഷെ നസീർ തടവിലാവും ഇവിടെ വന്നിട്ട്. നസീറിനെ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പോയിട്ട് ഈ അംഗങ്ങൾ ജി കെ പിള്ളയുടെ നേതൃത്വത്തിൽ പോയിട്ട് ഉമ്മറിനെ കസ്റ്റഡിയിലെടുക്കാന്ന് പറഞ്ഞാൽ ഇവര് അടിച്ചു വീടിച്ച് ഇതാക്കിയിട്ട്, ബോധശൂന്യനായിട്ടില്ല, പിടിച്ചൊരു പെട്ടിക്കകത്താക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അത് ഇവരുടെ രഹസ്യ സംഘത്തിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ ഈ കൊണ്ടുവരുമ്പം പുള്ളി രഹസ്യമായിട്ട് ശരീരത്തിൽ ഫിറ്റ് ചെയ്തിരുന്ന വയർലെസ് ഉപകരണങ്ങളുണ്ട്. പഴയ നമ്മുടെ CID പടങ്ങളിലും ഇത്തരം പടങ്ങളിൽ, സ്റ്റണ്ട് പടങ്ങളിലും ഒക്കെ ഇത്തരം ഉപകരണങ്ങൾ ധാരാളമുണ്ട്. CID അതിനെക്കുറിച്ച് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യണം. ഡുർഭാസി നസീർ കൊണ്ട് വാച്ചിന്റെ ഈ കീ ബട്ടൺ ഉണ്ടല്ലോ, ഇതിങ്ങനെ വലിച്ചിട്ട് ഹലോ 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 എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. നമ്മൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി, പക്ഷെ അന്ന് വലിയ കൗതുകമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ വയർലെസ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉമ്മർ, അച്ഛൻ പോലീസ് ഓഫീസറാണല്ലോ, ഉയർന്ന ഓഫീസറാണ്. അപ്പോൾ ഉമ്മർ CID ഓഫീസർ അച്ഛനുമായിട്ട് ബന്ധപ്പെടും, ബാക്കിയുള്ളവരറിയാതെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോലീസ് ഇവരെ രക്ഷിക്കാനായിട്ട് വരും. പോലീസ് ഇതറിഞ്ഞിട്ട് പോലീസ് ഇവരെ രക്ഷിക്കാനായിട്ട് വരുന്നു. അവിടെ പിന്നെ കൂറ്റൻ സംഘടനം നടക്കുവാണ്. അപ്പൊ ഈ ഇതുണ്ടായിരുന്ന കൊള്ളസംഘത്തിലെ ജ്യോതിലക്ഷ്മിയുടെ കാര്യം പറഞ്ഞില്ലേ, അവക്ക് ഇവരോട് താല്പര്യം ഉണ്ടായതല്ലേ നസീറിനോട്. അങ്ങനെ ഇവള് പോയിട്ട് നസീറിനെയും ഉമ്മറിനെയും തുറന്നു വിടും. അപ്പൊ അവരും കൂടെ ചേരും. പിന്നെ കൂട്ടയിടി, എല്ലാവരും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ദുഷ്ടന്മാരെ എല്ലാം, അല്ലെങ്കിൽ കൊള്ള സംഘാംഗങ്ങളെയും ജി കെ പിള്ള അടക്കമുള്ള എല്ലാവരെയും ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സമയത്ത് ഇതാക്കുവാണ്, അറസ്റ്റ് ചെയ്ത് കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ തീരുന്നത്. ഈ തന്റെ നിരപരാധിത്വം, അതായത് നസീർ ആരും കൊന്നിട്ടൊന്നുമില്ല, അയാൾ ഇച്ചിരി കള്ളു കുടിച്ചു ചീട്ട് കളിച്ചു എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് നസീറിന്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ട് ആ നസീറിനെ ഉദയചന്ദ്രികയായിട്ടുള്ള അവര് പഴയ കാർമേഘ പടലങ്ങളൊക്കെ മാറി അവള് വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവര് സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കഥ. പി ഭാസ്കരൻ എഴുതി ബാബുക സംഗീതം പകർന്ന നല്ല പാട്ടുകൾ, ഒരു 6 പാട്ടുണ്ടായിരുന്നതിൽ അതിൽ ഒരു പാട്ട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പാട്ടുണ്ട്. കറുത്തവാവാം സുന്ദരി തന്റെ കമ്മലിൽ 9 കല്ലുണ്ട്. ആ പാട്ട് അതിപ്പോഴും ഹിറ്റായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള പാട്ടാണ്. അങ്ങനെ ബാക്കിയുള്ള 5 പാട്ടുകളും അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതായിരുന്നു. പടം നന്നായിട്ട് തന്നെ സാമ്പത്തികമായിട്ട് വിജയിക്കുകയും ചെയ്തു. തുടർന്നും പടം എടുക്കാനായിട്ട് PIM കാസിം മുതലാളിയെ പ്രേരിപ്പിച്ച ഇതായിരുന്നു ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ചിത്രം.